സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ ധന്യമുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഓ നമോ നാരായണപൂർവകമായ നമസ്കാരം. ഭാരതത്തിലെമ്പാടും ഈ സമയത്ത് വിരാട് ഹിന്ദു സമ്മേളനങ്ങൾ, ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. കാശ്മീരം മുതൽ കന്യാകുമാരി വരെ ഓരോ ഗ്രാമങ്ങളിലും ഏതാണ്ട് 40 വർഷം മുമ്പ് കേരളത്തിലെ ഗ്രാമങ്ങൾ ഒരുമിച്ചു പാടിയിരുന്ന ഒരു ഗാനത്തിൻ്റെ അലകൾ, ഹിന്ദുക്കൾ നാം ഒന്നാണേ എന്ന ഗാനം. 80കളുടെ തുടക്കത്തിൽ എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു സമ്മേളനം, ആ ഹിന്ദു സമ്മേളനം കേരളത്തിൻ്റെ ധാർമ്മികമായ ചരിത്രത്തിൽ ഹിന്ദു ഏകതയുടെ, ഈ ധർമ്മത്തിൻ്റെ ശക്തിയുടെ പുത്തനായൊരു ഉണർവിൻ്റെ കാഹളമായിരുന്നു. ആ സമ്മേളനത്തിന് ശേഷം ചരിത്രത്തിൻ്റെ ഒരുപാട് ഗതികളിലൂടെ സമാജവും നമ്മളും ഒരുമിച്ച് നീങ്ങി. അന്ന് ആ സമ്മേളനത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഗാനം ഹിന്ദുക്കൾ നാം ഒന്നാണ്. ആ സന്ദേശം ഒന്നുകൂടി ഈ മണ്ണിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഭാരതമെമ്പാടും ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ, വിരാട് ഹിന്ദു സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. എന്തിനായിട്ടാണ് ഈ ധർമ്മത്തിൻ്റെ ശക്തിയെ, ഐക്യത്തിൻ്റെ ശക്തിയെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ഈ മണ്ണിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്? സനാതനധർമ്മം എന്ന വാക്കുകൊണ്ട് തന്നെ ഈ ധർമ്മം നശിക്കാത്തതാണ് എന്ന് പൂർവാചാര്യന്മാർ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഏതാണ്ട് 3 തലമുറകൾ, അതായത് ഒരു 200 വർഷമെങ്കിലും നീളുന്ന അധിനിവേശ ഭരണം കൊണ്ട് ലോകത്തെ പുകൾപെറ്റ സംസ്കൃതികളൊക്കെ നാമാവശേഷമായിട്ടുണ്ട്. അമേരിക്കയിലെ ഇൻക, ആസ്പെക് സംസ്കാരങ്ങൾ തുടങ്ങി ഏറ്റവും വിശിഷ്ടമായി കേൾവി കേട്ടിരുന്ന ഗ്രീക്ക് സംസ്കാരമൊക്കെ അടക്കമുള്ളവ. പക്ഷേ പ്രലോഭനങ്ങളുടെയും അക്രമങ്ങളുടെയും എല്ലാം കനത്ത ആഘാതം നേരിടേണ്ടി വന്നിട്ടും 1000 ആണ്ടുകൾ നീണ്ട അധിനിവേശത്തിനു ശേഷവും ഈ ഭാരതവർഷത്തിൽ ഗംഗ അനുസ്യൂതം ഒഴുകുന്നത് പോലെ സനാതനധർമ്മം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ധർമ്മത്തെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചവർ, ഈ ധർമ്മത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ ഉള്ളിലേക്ക് പലതരം കഥകളിലൂടെ നിക്ഷേപിക്കാൻ ശ്രമിച്ച ആശയം ഏറ്റവും പ്രാഥമികമായി ഭാരതം എന്നൊരു ദേശമില്ല, ഹിന്ദു എന്നൊരു ജനതയില്ല എന്നുള്ളതാണ്. അങ്ങനെ മറ്റെല്ലാ ജനതകളും മറ്റെല്ലാ ദേശവും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ, പുറത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ, ഭാരതം അകത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന്, ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ദേശമാണ് ഭാരതം. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഉണർവാണ് അടുത്തുള്ള മനുഷ്യർ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഒന്നാണ് എന്നുള്ള ബോധ്യം. നമ്മൾ പിതൃക്കളെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും, എല്ലാ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആരംഭിക്കുന്നത്. അതിലേറ്റവും വിശിഷ്ടമായിട്ടുള്ള മഹാലയ ശ്രാദ്ധത്തിൽ അനാഥരായവർക്ക്, മക്കളില്ലാത്തവർക്ക്, രൂപമില്ലാത്തവർക്ക് എല്ലാവർക്കും പിണ്ഡം സമർപ്പിച്ചതിന് ശേഷം അവസാനം ഉദകം സമർപ്പിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന അതീതകുലകോടീനാം സപ്തദ്വീപനിവാസിനാം പ്രാണിനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു എന്നാണ്. ഭൂമിയിലാകെ 7 ദ്വീപുകളിലായി സ്ഥിതി ചെയ്യുന്ന
കോടിക്കണക്കിന് കുലങ്ങളിലുള്ള എല്ലാ പ്രാണികൾക്കും ഞാൻ ഈ ഉദകം സമർപ്പിക്കുന്നു. അവയെല്ലാം അക്ഷയമായി ക്ഷയിക്കാതെ നിലനിൽക്കട്ടെ. അവയുടെ അക്ഷയമായ നിലനിൽപ്പിലാണ് നമ്മുടെയും അക്ഷയമായ നിലനിൽപ്പ്. അങ്ങനെ പുല്ലും പുൽച്ചാടിയും പുഴുവും വരെ ഒന്നാണ് എന്നുള്ളൊരു ബോധ്യം, അറിവിൻ്റെ പ്രകാശത്തിൽ ഉണരുന്ന ഈ ജനത വസിക്കുന്ന ദേശം ഒറ്റ സാംസ്കാരിക ദേശീയതയാൽ പടുത്തുയർത്തപ്പെട്ടതാണ് എന്നുള്ള ബോധ്യം, സനാതനധർമ്മമാകുന്ന കരുത്തുറ്റ വേരുകളിലാണ് നമ്മളുടെ നിലനിൽപ്പ് എന്നുള്ള ബോധ്യം ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും ഉള്ളിലുണ്ട്. ആ ജനനത്തോടൊപ്പം തന്നെയുണ്ട്. പിന്നീട് പല 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 മാലിന്യങ്ങൾ കലർന്നുകൊണ്ട് ആ സത്യത്തെ മൂടപ്പെട്ടു പോവുക. അപ്പം അങ്ങനെ ഉള്ളിലുള്ളൊരു ബോധ്യം, ആ ബോധ്യം പല തെളിച്ചമായിട്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്കിടുന്ന പേരുകളായിട്ട്, ആ ദേശത്തെ വിളിക്കുന്ന പേരുകളായിട്ട്, ആ പേരുകൾക്കൊക്കെ പിന്നിലുള്ള കഥകളായിട്ട് നമുക്ക് മുമ്പിലുണ്ട്. നമ്മുടെ വിസ്തൃതമായ പുരാണേതിഹാസങ്ങളാകുന്ന വാഗ്മയത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ പേരുകളും. അത് നമ്മുടെ ജന്മത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന വലിയ സാധ്യതകളെ നമുക്ക് മുമ്പിൽ തുറന്നിടുന്നതാണ്. ഒരു പേര് വിളിക്കുമ്പോൾ തന്നെ ഒരു വലിയ ആകാശം നമുക്ക് തുറന്നിട്ടുകൊണ്ടാണ് ആ പേര് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒന്നായി ശക്തമായി നിൽക്കുന്ന ഈ സംസ്കൃതിയെ ശിഥിലമാക്കുന്നതിന് വേണ്ടി, നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ് പല തരത്തിലുള്ള കഥകൾ. ഇന്നത്തെയൊക്കെ ഒരു രാഷ്ട്രീയ ഭാഷയിൽ നരേറ്റീവുകൾ എന്നൊക്കെ പാശ്ചാത്യമായ രീതിയിൽ പറയും, ആഖ്യാനങ്ങൾ. ആ ആഖ്യാനങ്ങളിൽ കേരളത്തിൻ്റെ ചക്രവർത്തിയായിട്ടുള്ള ചേരമാൻ പെരുമാൾ മതം മാറി മക്കത്ത് പോയി എന്നുണ്ട്. അപ്പോൾ രാജാവിന് മതം മാറാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മതം മാറിയാൽ എന്താ എന്ന് ചോദിക്കാം. എന്നാൽ തുടർച്ചയായിട്ട് അവസാനത്തെ ചക്രവർത്തിയായിരുന്ന ചേരമാൻ പെരുമാൾ അങ്ങേയറ്റത്തെ ശിവഭക്തിയോടെ നായനാർ പദവി നേടി ഉടലോടെ കൈലാസാരോഹണം ചെയ്തു. അതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് ആ കൈലാസാരോഹണത്തിന് വേദിയായിട്ടുള്ള കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ക്ഷേത്രാങ്കണത്തിൽ എല്ലാ വർഷവും തമിഴ്നാട്ടിലെ വലിയ വിശ്വാസി സമൂഹം വന്ന് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഏത് മഹത്തായ ശിവക്ഷേത്രങ്ങളിൽ ചെന്നാലും അവിടെ 63 നായനാർമാരുടെ വിഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായ സ്ഥാനത്ത് ഈ ചേരമാൻ പെരുമാൾ നായനാരുടെ വിഗ്രഹം കാണാം. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ അനുഷ്ഠാനങ്ങളുടെ വാചാലുകളിൽ പോലും ഈ തെറ്റായിട്ടുള്ള ചരിത്രം കടന്നു വരികയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇവിടെ നങ്ങേലി മുലമുറിച്ച കഥയായിട്ട്, ദളിതരെ കൂട്ടക്കൊല ചെയ്തു എന്ന് പറയുന്ന ദളവാക്കുളമായിട്ട്, സിനിമാ തിയേറ്റർ സിനിമയെ അഭിനയിച്ചു എന്ന് പറയുന്നുകൊണ്ട് ജാതിയിൽ വ്യത്യാസം കൊണ്ട് തിയേറ്റർ ചുട്ടരിച്ചു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഉപ്പ് ചോദിച്ചതിന് തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ യാതൊരു ചരിത്രത്തിൻ്റെ യാതൊരു അടിത്തറയുമില്ലാതെ കെട്ടിപ്പൊക്കിയ കഥകൾ കൊണ്ട് ഈ സംസ്കാരത്തെ ശിഥിലമാക്കാൻ, ഈ സമൂഹത്തിൻ്റെ ഐക്യത്തെ ശിഥിലമാക്കാൻ, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമുക്കുള്ളിൽ തന്നെ അപകർഷത ജനിപ്പിക്കാൻ മെനഞ്ഞെടുത്ത ആഖ്യാനങ്ങൾ കൊണ്ട് ഈ അധിനിവേശ ശക്തികൾ 1000 ആണ്ടുകൾ മുന്നേ തൊട്ടുള്ള പരിശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതത്തിൻ്റെ തെക്കേ അറ്റം ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ നിന്ന് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഖ്യാനങ്ങളാണ് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾക്ക് ഏറ്റവും മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ ഈ ദേശത്തിൻ്റെ മധ്യത്തിൽ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. ഈ തെക്കേ അറ്റത്തൊരു നദിക്ക് ഇത്തരത്തിലൊക്കെ ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ പൂർവികരായ ഋഷിമാരിട്ട പേര് ഭാരതപ്പുഴ എന്നായിരുന്നു. അപ്പം അങ്ങനെ ഇത്രയേറെ ദൃഷ്ടാന്തങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ ദേശത്തെ ശിഥിലീകരിക്കാനുള്ള, ഈ ധർമ്മത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊന്നാണെന്ന്, ഈ ധർമ്മം ശക്തമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ വിളംബര സമ്മേളനങ്ങൾ നടക്കുന്നത്. തിരുനാവായ നാവാമുകുന്ദനെ പ്രതിഷ്ഠിക്കുന്നത് നവയോഗികളാണ്. നവയോഗികൾ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നത് ഭാഗവതത്തിലെ നവയോഗി സംവാദത്തിലാണ്. ആ നവയോഗി സംവാദത്തിൽ വരുന്ന ആദ്യത്തെ യോഗിയോട് രാജർഷിയുടെ സദസ്സിൽ വരുന്ന ചോദ്യം,
സുഖമുണ്ടാകാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും, ഓരോ ജീവനും ജീവിതത്തിൽ അന്വേഷിക്കുന്നത് സുഖത്തെയാണ്. അതിന് യോഗി പറയുന്ന ഉത്തരം, ആദ്യത്തെ കവി എന്ന് പറയുന്ന യോഗി പറയുന്ന ഉത്തരം ധൈര്യമുണ്ടാകണം എന്നാണ്. ഇന്നത്തെ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നതും അതാണ്, ധൈര്യമുണ്ടാകണം എന്നാണ്. ഈ സനാതന ധർമ്മം നമുക്ക് നൽകുന്നതും അതാണ്, ധൈര്യമാണ്. ഏതൊരു ദുർബലനെയും കരുത്തുറ്റവനാക്കി തീർക്കുന്ന ഒന്നാണ് ധൈര്യം. തളർന്നിരിക്കുന്ന, യുദ്ധഭൂമിയിൽ തളർന്നിരിക്കുന്ന അർജുനനെ അക്ഷൗഹിണികളോട് ഏറ്റുമുട്ടി ജയിക്കാൻ പ്രാപ്തമാക്കുന്ന ഒന്നാണ് ഈ ധർമ്മം. ആ ധൈര്യം എന്തിന് എന്ന് ചോദിച്ചാൽ സ്വതന്ത്രരാവാനാണ്. ഹിന്ദുത്വം എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. എന്തിനുള്ള സ്വാതന്ത്ര്യം? നമുക്ക് നമ്മിലെ ശ്രേഷ്ഠതയെ തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ഒന്നാമതാകാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ സമാജത്തെ, നമ്മുടെ ദേശത്തെ ഒന്നാമതാക്കാനുള്ള ഉത്തരവാദിത്വം, നമുക്ക് മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ഉണർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സാമാജിക വ്യവസ്ഥ നമുക്ക് ചുറ്റും വേണം. ഇപ്പം മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരഭാരതത്തിൻ്റെ അത്ര ഭീകരമായിട്ടല്ലെങ്കിലും അധിനിവേശത്തിൻ്റെ ഒരുപാട് അക്രമങ്ങൾ നേരിട്ട മണ്ണാണ്. സ്വന്തം വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ വരെ, വളരെ അവരുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്ന അവിടുത്തെ വീട്ടുടമസ്ഥരെ അതുവരെ വൈകിട്ട് രക്ഷയ്ക്കായി എന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ ആയുധങ്ങൾ കൊണ്ട് കൊന്നുകളഞ്ഞിട്ടുള്ള ചരിത്രം ഈ മണ്ണിലുണ്ട്. അപ്പം ചുറ്റും ശാന്തവും സുരക്ഷിതവുമായ ഒരു ധാർമ്മികാന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്നാമതാകാൻ വേണ്ടിയിട്ടുള്ള ധർമ്മത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പുലർത്താൻ കഴിയും. എങ്ങനെയാണ് ധർമ്മത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് ചോദിച്ചാൽ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ്. ആ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായ നാമജപം അർത്ഥമറിയാതെ ജപിച്ചാൽ പോലും കാട്ടാളനെ മഹാകവിയാക്കാൻ ശക്തമായതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രേഷ്ഠതയിലേക്ക് നമുക്ക് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ധാർമ്മികാന്തരീക്ഷം നമുക്ക് ചുറ്റും ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് ഈ ഏകതാ സമ്മേളനങ്ങളും നമ്മൾ ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനവും. ഇതിലൂടെ ഈ ധർമ്മത്തെ ഈ മണ്ണിൽ ആഴത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിനുള്ള, നമ്മുടെ ധർമ്മധ്വജം ഈ ഭാരതഭൂമിയിൽ എന്നും ഉയരത്തിൽ പാറുമെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ധർമ്മസേനാനികളാണ് നമ്മൾ എന്ന് നാം നമ്മെ തന്നെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ്, ഉറപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ധർമ്മസേനാനികളാകാൻ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിങ്ങളുടെ കർമ്മപഥത്തിൽ, നിങ്ങളുടെ ധർമ്മപഥത്തിൽ എല്ലാ ഗുരുപരമ്പരയുടെയും ദേവതകളുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗാ സന്യാസി പരമ്പരയുടെ എല്ലാ ആശിസ്സുകളും നേരുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.